ഇലക്ഷൻ എന്നുള്ള വിഷയമാണ് നാം പ്രധാനമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷയിൽ ഉള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. രണ്ട് സ്ട്രീംസ് ഓഫ് തോട്ട് ആണുള്ളത്, രണ്ട് ചിന്താഗതികളാണുള്ളതെന്ന് പറഞ്ഞു. ഒന്നിന് അർമേനിയൻ ചിന്താഗതി എന്നും മറ്റേതിന് കാൽവിനിസ്റ്റിക് ചിന്താഗതി എന്നും പറയും. ഒന്ന് മനുഷ്യകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടും മറ്റേത് ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടുമാണ്. ആത്യന്തികമായി രക്ഷയ്ക്ക് ഹേതുവായിരിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ തീരുമാനമാണോ ദൈവത്തിന്റെ തീരുമാനമാണോ? അപ്പോൾ നമ്മളൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണ് ആത്യന്തികമായി രക്ഷയ്ക്ക് ഹേതുവായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. തിരഞ്ഞെടുപ്പിന്റെ സ്രോതസ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം. സ്രോതസ് മാത്രമല്ല, തിരഞ്ഞെടുപ്പിന്റെ സ്രോതസ്, തിരഞ്ഞെടുപ്പിന്റെ ഉറപ്പ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചെങ്കിലും എന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആരംഭസ്ഥാനം, ബിഗിനിങ് പോയിന്റ്, ആരംഭസ്ഥാനം എവിടെയാണ്? ഏത് കാര്യത്തിനും ഒരു ബിഗിനിങ് പോയിന്റ് ഉണ്ട്. കാൽവിനിസ്റ്റിക് ചിന്താഗതിയിൽ ദൈവത്തിന്റെ പരമാധികാരമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം തിരഞ്ഞെടുക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നു, ദൈവം തീരുമാനിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തില് അതിന്റെ 33-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു ചെറിയ പ്രസ്താവനയുണ്ട്, പക്ഷെ ഒരു വലിയ പ്രസ്താവനയാണ്. എലിഹു ആണ് ഇത് പറയുന്നത്. എലിഹു മറ്റേ 3 സ്നേഹിതന്മാരോട് പറയുകയാണ്, അവര് ദൈവം ഇയ്യോബിനോട് പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് അവര് വളരെ വാദഗതികൾ പറഞ്ഞു. ഇയ്യോബിന്റെ ജീവിതത്തിലെ തെറ്റുകളാണ് അതിന് കാരണം എന്ന് അവസാനം സമർത്ഥിക്കുവാനാണ് അവര് ശ്രമിച്ചത്. പക്ഷെ അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ എലിഹു സംസാരിച്ചപ്പോൾ താൻ ഇതിന്റെ 13-ാമത്തെ വാക്യത്തിൽ 33-13 ഇങ്ങനെ പറഞ്ഞു, തൻ്റെ കാര്യങ്ങൾ ഒന്നിനും അവൻ കാരണം പറയുന്നില്ല. ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് ദൈവം നമ്മൾ പറയും, എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ. ചിലപ്പോൾ അത് ഒരു മരണമാകാം, ജനനമാകാം, അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനമാകാം, ഒരു തീപിടുത്തമാകാം, ഒരു യുദ്ധമാകാം, ഇയ്യോബിന് സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങളാകാം. അതിൻ്റെയൊക്കെ കാരണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോയാൽ നാം പരാജയപ്പെടുകയുള്ളൂ. ദൈവം തന്റെ ഇഷ്ടപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞ പ്രശ്നം തീരും. മുസ്ലിങ്ങളുടെ അങ്ങനെ ഒരു പറച്ചിലുണ്ട്, അത് അവരുടെ ഫെയ്റ്റലിസത്തിന്റെ ഭാഗമായിട്ടാണ്. പടച്ചോന്റെ രഹിതം പോലെയാണെന്ന് അവർ പറയാറുണ്ട്. ശരിക്കൊക്കെ മനസ്സിലാക്കിയ കുഴപ്പമില്ലെന്ന് തോന്നും. എന്നാൽ അവർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ലെന്നുള്ളതാണ്, മാനസികമായ ഉത്തരവാദിത്വങ്ങളെ ഇല്ല എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല, മനുഷ്യന് അവൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. പക്ഷെ ദൈവം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിക്കും ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള ഇഷ്ടമെന്നല്ലാതെ വേറെ ഒരു കാരണം അതിന് പറയാനായിട്ടില്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് ദൈവം മോശയോട് പറഞ്ഞത്, എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യുമെന്നാണ്. എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. ദൈവം ഒരു മനുഷ്യനെ രക്ഷയ്ക്കുള്ള കൃപ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് എനിക്ക് മനസ്സായി, അതുകൊണ്ട് ഐ വിൽഡ്, therefore I did it. അപ്പൊ ദൈവത്തിന്റെ മനസ്സ് എന്നതിനപ്പുറത്ത് വേറെ ഒരു കാരണം നമ്മൾ തേടേണ്ടതായിട്ട് ഇല്ല. ദൈവം എന്നെ എന്തുകൊണ്ടാണ് രക്ഷിച്ചത് എന്നുള്ളതിന് ഞാൻ എത്ര ദിവസം ഇരുന്ന് ചിന്തിച്ചാലോചിച്ചാലും നല്ലവനായതുകൊണ്ടാണ്, അല്ലെ ഞാൻ മിടുക്കനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്, നമുക്കൊരു കാരണം അത് കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണും, എനിക്ക് മനസ്സായി, അതിനപ്പുറത്തൊന്നും പറയാനായിട്ടില്ല. സങ്കീർത്തനങ്ങൾ 75:7 അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യും. ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യും. ഹന്ന പ്രാർത്ഥിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ഒരുത്തിനെ കുപ്പയിലിരുത്താനും വേറൊരുത്തിനെ സിംഹാസനത്തിലിരുത്താനും ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവം അതൊക്കെ ചെയ്യും.
ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഈ ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. സോവറിൻ വിൽ എന്നുള്ളത്, ദൈവത്തിന്റെ പരമാധികാര ഇച്ഛ എന്നുള്ളത് വലിയ ഒരു വിഷയമാണ്. അതൊരു ബുദ്ധിശൂന്യമായ ആർബിട്രറി ആക്ട് അല്ല. എന്ന് പറഞ്ഞാൽ ദൈവം തോന്നിയാസം തനിക്ക് ഇട്ടുള്ളവർ ചെയ്യുന്നു എന്നും പറയും, തോന്നിയാസം അവൻ ഇട്ടുള്ളവൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതല്ല. സർവജ്ഞാനിയും സർവശക്തനും സ്നേഹവാനും നീതിമാനും കരുണയുള്ളവനും ആർദ്രതയുള്ളവനുമായ ദൈവം തൻ്റെ ഇച്ഛയിൽ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഇച്ഛയെ തൻ്റെ കരുണയും തൻ്റെ കൃപയും തൻ്റെ പരമാധികാരവും തൻ്റെ സർവജ്ഞാനവും ഇതെല്ലാം അതിൻ്റെ ആ തീരുമാനത്തെ പരിപോഷിപ്പിക്കുന്ന വിഷയങ്ങളാണ് അതെല്ലാം. പക്ഷെ അത് പറയുമ്പോൾ ആത്യന്തികമായി അതിനുള്ള ഹേതു എന്താന്ന് ചോദിച്ചാൽ ദ വിൽ ഓഫ് ഗോഡ്, ദ വിൽ ഓഫ് ഗോഡ്. അതാണ് ഇതിന് പറയാൻ കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 135:6 യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. ദൈവത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇഷ്ടമുള്ളതെന്ന്. ദൈവത്തിന് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദൈവം ഇഷ്ടങ്ങളുള്ളവനാ ദൈവം. ഹിന്ദുക്കളുടെ കൺസെപ്റ്റില് ഈശ്വരൻ യാതൊരു താല്പര്യങ്ങളും ഇല്ലാത്തവൻ, നിർഗുണൻ എന്നാവും. നിർഗുണ പരബ്രഹ്മമെന്ന, നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞ ദൈവത്തിന് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല, ഒരു ഇഷ്ടമുള്ള ആളല്ല. നന്മയോട് സ്നേഹമില്ല, തിന്മയോട് സ്നേഹമില്ല, ഒന്നിനോട് സ്നേഹമില്ല. അങ്ങനെയല്ല നമ്മുടെ ദൈവം, അങ്ങനെയല്ല. അതിന് ഇഷ്ടങ്ങളുള്ള ദൈവം. പക്ഷെ ആ ഇഷ്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് എന്താണ് ആധാരം എന്ന് ചോദിച്ചാൽ തന്റെ ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. എന്നെ തോന്നിയാസമൊന്നല്ല. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ അവൻ തോന്നിയാസം ചെയ്യുന്ന, അവൻ തോന്നിയ പോലെ ചെയ്യുന്ന. ദൈവം തോന്നിയ പോലെ ചെയ്യുന്നവനല്ല, ദൈവം തന്നെ ഇഷ്ടപ്രകാരം ചെയ്യുന്നവനാണ്. കാരണം ഈ തോന്നിയ പോലെ എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ബാഡ് കൊണോട്ടേഷൻ ഉണ്ട്, ഒരു ബാഡ് കൊണോട്ടേഷൻ. ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ആ ബാഡ് കൊണോട്ടേഷൻ ഇല്ല. കാരണം ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും നല്ലതാണ്. ഹിസ് വിൽ ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. തന്റെ ഇച്ഛ എന്ന് പറയുന്നത് എപ്പോഴും സമ്പൂർണ്ണമാണ്. അത് യാതൊരു ന്യൂനതയും മാലിന്യവും ഒന്നുമില്ലാത്തത്. അപ്പൊ ദൈവം തന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ അവരിഷ്ടം പോലെ ചെയ്യട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോഴത്തെ പ്രസ്താവന എന്താണ്? ഇസ്രായേൽ അക്കാലത്ത് രാജാവില്ലായിരുന്നു, എന്നാൽ ഓരോരുത്തരും താൻ ബോധിച്ചതുപോലെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ബോധിച്ച പോലെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെന്താ ഉദ്ദേശിക്കുന്നത്? ഓരോരുത്തരും താൻ ബോധിച്ച പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താ? ഓരോരുത്തരും തോന്നിയാസം ചെയ്യുന്ന അവനവന്റെ തോന്നും. അങ്ങനല്ല, ബോധ്യപ്പെട്ടതുപോലെ എന്നാ. എവരിവൺ ഡിഡ് ദാറ്റ് വിച്ച് വാസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ്. ഓരോരുത്തന്റെയും ദൃഷ്ടിയിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്തത്. അല്ല അവന്റെ ദൃഷ്ടി തെറ്റായ കാര്യമല്ല ചെയ്തത്, അവന്റെ ദൃഷ്ടി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കഥയൊക്കെ പറഞ്ഞല്ലേ, ചിന്തിച്ചാലോചിച്ച ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാലോചിച്ചൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത്. പക്ഷെ ചിന്തിച്ചാലോചിച്ച് ചെയ്ത് വരുമ്പോ അവസാനം എന്താ? അത് നമ്മുടെ ഈ ബോധ്യതയുടെ, നമ്മുടെ ചിന്താശൈലിയുടെയും ചിന്താശക്തിയുടെയും ഒക്കെ പരിമിതികൾ കാരണം നമുക്ക് കാണേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും കണ്ട് തീരുമാനമെടുക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് അത് നമുക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ പാപം മനുഷ്യനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ചിന്തകളും വികാരങ്ങളും ഇച്ഛാശക്തികളും തീരുമാനങ്ങളും എല്ലാം ഒരു ഇറ്റ്സ് എ സ്ലാൻഡ് ടുവേർഡ്സ് ഈവിൾ. തിന്മയിലേക്കുള്ള ഒരു ചായ്വുണ്ട്. ആ തിന്മയിലേക്കുള്ള ചായ്വ് കിടക്കുന്നിടത്തോളം നമ്മൾ ചെയ്യുന്ന ശരിയെന്ന് തോന്നി ചെയ്യുന്ന കാര്യങ്ങളും അത് ഈ തിന്മയുടെ ചായ്വിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ തിന്മയുടെ ചായ്വില്ലല്ലോ. ഹി ഈസ് പെർഫെക്റ്റ് ഗോഡ്, ഹി ഈസ് പെർഫെക്റ്റ്ലി ഹോളി, ആബ്സല്യൂട്ട്ലി ഹോളി. അങ്ങനെ ആബ്സല്യൂട്ട്ലി ഹോളി ആയിരിക്കുന്ന ഒരാൾ താൻ തന്റെ തീരുമാനം എടുക്കുമ്പോൾ ഓരോ തീരുമാനവും ആബ്സല്യൂട്ട്ലി ഹോളി, ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്, ആബ്സല്യൂട്ട്ലി റൈറ്റ്. അതാണ് നമ്മുടെ തീരുമാനങ്ങളെ കുറിച്ച് അങ്ങനെ പറയാനായിട്ടൊക്കെ. അപ്പൊ ദൈവം ഒരു കാര്യവും ശരിയല്ലാത്തത് ചെയ്യില്ല. ആബ്സല്യൂട്ട്ലി അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു.
കുശവൻ ആരെങ്കിലും ഓർഡർ കൊടുത്ത് ഇന്ന വലിപ്പത്തിലുള്ള ഒരു കലം, ഇത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കലം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അവൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ അവൻ വേറൊരുത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. പക്ഷെ സാധാരണഗതി കുശവന്മാരെ കലം ഉണ്ടാക്കുന്നത് എങ്ങനെയാവും? കളിമണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്, അവനത് അടുത്ത് പോയിരിക്കും, കുറെ മണ്ണെടുത്ത് ശരിക്കും വെള്ളം ഒഴിച്ച് ചവിട്ടും, കണ്ണിലെ കല്ലെല്ലാം മാറ്റി എല്ലാം പൊടിച്ച് നല്ല ഭംഗിയാക്കി അത് ചവിട്ടി 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 അരയ്ക്കുമെന്നാണ് പറയുന്നത്. കല്ല് അരയ്ക്കും, മണ്ണരയ്ക്കും. മണ്ണരച്ചരച്ചരച്ചരച്ചരച്ചരച്ചരച്ച് നമ്മുടെ അരി അരയ്ക്കുന്ന പോലെ കോരി ഒഴിച്ച് അരിക്കത്തക്കണം ആ നിലയിലൊക്കെ അരയ്ക്കും. അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് അത് ഷെയ്പ്പ് ചെയ്യുമ്പോൾ ഈ കല്ല് വരും, അപ്പോൾ അവിടെ പൊട്ടിപ്പോവും. അങ്ങനെ അരച്ചിട്ട് തനിക്ക് ഇഷ്ടമുള്ളതാണ്. കൂജ വേണമെങ്കിൽ കൂജ ഉണ്ടാക്കും, കലം വേണമെങ്കിൽ കലം ഉണ്ടാക്കും, ചട്ടി വേണമെങ്കിൽ ചട്ടി ഉണ്ടാക്കും, വലിയ മീൻ ചട്ടി വേണമെങ്കിൽ മീൻ ചട്ടി ഉണ്ടാക്കും, വലിയ കലം വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. അവൻ എന്താ ഇഷ്ടമുള്ളവൻ ഉണ്ടാക്കും. അപ്പോ പറയാണ്, ദൈവം പറയാണ്, ഈ കുശവന്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് എന്റെ കയ്യിൽ മനുഷ്യന്. കാര്യങ്ങൾ എങ്ങനെയാണ്? തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ രൂപപ്പെടുത്തും. അപ്പൊ അതിനൊന്നും നമുക്ക് ചോദിക്കാനൊക്കെ ഇല്ല. അതിനൊന്നും ആരെങ്കിലും വരച്ചു കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് ദൈവം ചെയ്യുന്നവൻ. ഞാൻ ചിലപ്പോഴ് എന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ദൈവം ഇങ്ങനെ എന്തിനാ സൃഷ്ടിച്ചത്? വേറെ ചില മനുഷ്യരെ കണ്ടിട്ട് അവർ നല്ല സുന്ദരന്മാരും സുഖന്മാരും ആരോഗ്യമുള്ളവരും അങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു ബുദ്ധിമാന്മാരും മിടുക്കന്മാരും ഒക്കെ ആവും. എന്നെ കൂടെ എന്താ ദൈവം അങ്ങനെ ഉണ്ടാക്കാൻ? ഞാൻ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. നീ എന്താ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? അപ്പോൾ ഇത് ഉപദേശം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനെന്ന് പറഞ്ഞതായിരിക്കുന്ന ആൾ അബദ്ധവശാൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളല്ല. ദൈവം തമ്പുരാൻ എന്നെ തന്നെ സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു, എന്നെ തന്നെ തന്റെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്തു, എന്നെ തന്റെ ഇഷ്ടപ്രകാരം രൂപപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, പറയും, കർത്താവ്, എന്റെ നീളവും എന്റെ വണ്ണവും എന്റെ വീതിയും എന്റെ നിറവും എന്റെ ബുദ്ധിയും എന്റെ ബുദ്ധികേടും എന്റെ അബദ്ധങ്ങളും എന്റെ സുബദ്ധങ്ങളും എല്ലാം നിന്റെ ഇഷ്ടപ്രകാരം. എന്റെ പാവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഉത്തരവാദി, ബാക്കി ഒന്നിനും എനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലെന്നുള്ളതല്ല. എല്ലാം ദൈവത്തിന്റെ പരമാധികാര ഇഷ്ടം പോലെ നടക്കുന്നു. അപ്പൊ അതിലങ്ങ് സന്തോഷിച്ച പോരാ. അപ്പൊ ദൈവം എന്നെ ഞാനായി സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് എന്നെ അങ്ങനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ നമ്മളെ കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ആ കണ്ണ് ഇങ്ങനെയൊന്നായിരുന്നു, ആ മൂക്കൻ ഇത്ര നീളമില്ലായിരുന്നു, ആ വളവില്ലായിരുന്നെങ്കിൽ, ഒന്നുകൂടി വണ്ണം ഉണ്ടായിരുന്ന, വീതി ഉണ്ടായിരുന്ന, വീതി ചിലപ്പോൾ കുറഞ്ഞിരുന്നെങ്കിൽ, നെറ്റിക്ക് കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ, വീതി കുറഞ്ഞിരുന്നെങ്കിൽ, അല്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ തമ്മിൽ തെറ്റി പറയും. ഒരു കാര്യവുമില്ല പറഞ്ഞിട്ട്. അതൊക്കെ ദൈവം തന്നെ പരമാധികാരത്തിലാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് എങ്ങനെയോ അതുപോലെയാണ് മനുഷ്യൻ ദൈവത്തിന്റെ കരങ്ങളിൽ. അപ്പൊ ദൈവത്തിന്റെ ആ സോവറിൻ വില്ലെന്നുള്ളത് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തില് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുമെന്ന് സത്യം പഠിപ്പിക്കാനായിട്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു തോട്ടക്കാരൻ തന്റെ തോട്ടത്തിലേക്ക് ആ വേലക്കാരെ വിളിക്കാൻ പോയി. 1-ാം മണി നേരം, അത് നമ്മുടെ 6 മണി, രാവിലത്തെ 6 മണിക്ക് പോയി, പിന്നെ 9 മണിക്ക് പോയി, പിന്നെ 12 മണിക്ക് പോയി, പിന്നെ 3 മണിക്ക് പോയി, അവസാനം 5 മണിക്കും പോയി. വൈകിട്ട് 6 മണി വരെയാണ് അന്ന്. അങ്ങനെ 12 മണിക്കൂർ ജോലിയാണ്. രാവിലെ 6 തുടങ്ങി വൈകിട്ട് 6 മണി. എന്നിട്ട് കൂലി കൊടുക്കാൻ നേരം എന്താ ചെയ്തത്? ഗംഗാണിയെ വിളിച്ച് പറഞ്ഞ എല്ലാവർക്കും കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. 5 മണിക്ക് വന്നിട്ട് 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തത് ഒരു ദിവസത്തെ കൂലി കൊടുക്കണം, ഒരു പണം. അങ്ങനെ എല്ലാവരും കൊടുത്തു. ഈ 12 മണിക്കൂർ ജോലി ചെയ്ത് വന്നപ്പോൾ അവനും എത്ര കൊടുത്തു? അവനും ഒരു പണമേ കൊടുത്തു. അതേക്കുറിച്ച് അവൻ പരാതി പറഞ്ഞു. അപ്പൊ കർത്താവിന് പറഞ്ഞത്, നിനക്ക് പരാതി പറയാൻ അനുവാദമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ഇഷ്ടപ്രകാരം ഉള്ള കൂലിക്കല്ല നീ ജോലി ചെയ്തത്. നീ ഞാനും കൂടെ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മളൊരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ സാറിന് ഇഷ്ടമുള്ളത് തന്നാ മതി എന്ന് പറഞ്ഞ് ജോലിക്ക് പോയവനല്ല. ഇന്നത് തരാമെങ്കിൽ ഞാൻ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ നീ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് കൂലി വന്നു. ഈ 5-ാം മണി നേരം വന്നപ്പോൾ അവനൊരു പണം കൊടുത്തപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ, എനിക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ട് എന്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ എനിക്ക് അത് അനുവാദമില്ലയോ എന്നാ ചോദിച്ചത്. അങ്ങനെയാണ് ചോദിച്ചത്. 25-ാം ഭാഗം, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ എന്നാ ചോദിച്ചത്.
അപ്പോൾ അതാണ് ദൈവത്തിന്റെ പ്രമാണം. തനിക്കുള്ളതിനെ കൊണ്ട് താൻ ന്യായമായിട്ട് ചെയ്യും. ന്യായം നിശ്ചയിക്കുന്ന മനുഷ്യരല്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്നു താൻ ചെയ്യും. പക്ഷെ ആ ശരിയാണ്. അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പിന്നെ ആ കഥയിലെ മുൻപന്മാരെങ്ങനെയാ പിൻപന്മാരായത്? പണത്തിന് വേണ്ടി ബാർഗൈൻ ചെയ്ത് വേല ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളെ പലപ്പോഴും പിൻപന്മാരായി പോകും. കാരണം അവരുടെ യജമാനുള്ള സ്നേഹത്തിലോ വേലയോടുള്ള സ്നേഹത്തിലോ അല്ല ജോലി ചെയ്യുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ ജോലി ചെയ്യുന്നത്? പറഞ്ഞൊത്ത ഒരു പണത്തിന് വേണ്ടിയാ. എന്നാൽ 5-ാം മണി നേരത്ത് വന്നവനോടൊന്നും പറഞ്ഞില്ല. തോട്ടത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ ഒറ്റ പോകിൽ പോയി. യജമാനൻ തരുമെന്ന് പറയില്ല, തരുമെന്ന് പറയില്ല, ഇത് വേണമെന്ന് പറയില്ല, അവനൊന്നും ചോദിച്ചുമില്ല. തോട്ടത്തിലൊന്ന് പണി ചെയ്യാനൊരു അവസരം കിട്ടുന്നത് തന്നെ വലിയൊരു പദവിയാണ്. അടുത്ത ദിവസം ആരെങ്കിലും വിളിക്കുമ്പോൾ പറയാമല്ലോ, എന്നെ ഇന്ന സാർ ഇന്നലെ വിളിച്ചതാ ജോലിക്ക്. അപ്പൊ സാറ് വിളിച്ചാന്നോ? എന്നാ നീ പോ, എനിക്ക് പണി അറിയാം. ഒരു റെഫറൻസ് കിട്ടുമല്ലോ. അപ്പൊ അവനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞ എനിക്ക് ഇഷ്ടം പോലെ. നമ്മൾ കർത്താവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചാലും ചിലപ്പോ ന്യായവിധി ദിവസത്തിൽ പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ദിവസത്തിൽ ലാസ്റ്റ് ആയി പോകും. കാരണം എന്താ? കർത്താവ് പറയും, നീ ജോലി ചെയ്യുന്നതേ കൂലിക്ക് വേണ്ടി, അത് നിനക്ക് ഞാൻ തന്നു. നീ ജോലി ചെയ്ത് കൂലിക്ക് വേണ്ടിയാ, വേറൊന്നിനു വേണ്ടിയാ. നീ വേല സ്നേഹിച്ചതുകൊണ്ടോ അല്ല, എന്നെ സ്നേഹിച്ചതുകൊണ്ടോ അല്ല, നീ കൂലിയെ സ്നേഹിച്ചു, അത് ഞാൻ തന്നു. വേറെ എല്ലാവരുടെ കർത്താവ് അങ്ങനെയല്ല. നീ എന്നോടൊന്നും ചോദിച്ചുമില്ല, നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുമില്ല, എന്റെ തോട്ടത്തിൽ വേല ചെയ്യാൻ പറഞ്ഞു, നീ പോയി വേല ചെയ്തു. ഇങ്ങനെ ഡിയെ തന്നുകൊണ്ടിരുന്നു. ഡിയർനെസ് അലവൻസ്, ക്ഷാമബദ്ധം എന്നല്ലേ പറയുന്നത്. അതായത് സമയത്ത് നിനക്ക് അരി വാങ്ങാനുള്ള കാശ് ഞാൻ തന്നുകൊണ്ടിരുന്നു, നീ കൂലിയൊന്നും ചോദിച്ചില്ല. അപ്പൊ ഇതാ നീ പിടിച്ചോ നിന്റെ. അവനെ ഒന്നാമതാക്കി. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും കർത്താവ് അവസാനം വിധി പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ദിസ് ഈസ് എ കീ പ്രിൻസിപ്പിൾ. ശമ്പളം വാങ്ങിക്കൊണ്ട് കർത്താവിന് വേല ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്ന് ചില ആളുകൾ ചോദിക്കും. ഞാൻ പറയും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ യജമാനുമായിട്ട് പറഞ്ഞത് ശമ്പളം എഗ്രി ചെയ്തല്ലേ, ആ ശമ്പളത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. അപ്പൊ 1 മാസം ശമ്പളം തന്നില്ല, 2 മാസം ശമ്പളം തരും, 3 മാസം ശമ്പളം തരും, നിങ്ങൾ ജോലി ചെയ്യുമോ? ജോലി ചെയ്യില്ല. അങ്ങനെ പ്രത്യേകിച്ച് ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ വേല പോയി ചെയ്യലാന്ന് പറഞ്ഞ് കർത്താവിന്റെ വേല പോയി ചെയ്യുന്നു. ചിലപ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, അതൊക്കെ നടക്കും. നീ എനിക്ക് വേണ്ടിയില്ലേ ജോലി ചെയ്യുന്നു? ആണല്ലോ, ശമ്പളത്തിന് വേണ്ടി അല്ലല്ലോ, എനിക്ക് വേണ്ടിയല്ലേ. അപ്പൊ ഇതിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്, നീ പോകും. അപ്പൊ അത് വിശ്വാസത്താലുള്ള ജീവിതമാണ്. അതിന് അതിൻ്റെതായിരിക്കുന്ന മഹത്വമുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഞാനത് ആ വാക്യം പറഞ്ഞുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. അത് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലേ. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവൻ നമ്മെ രക്ഷിച്ചത് തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അവൻ നമ്മെ രക്ഷിച്ചത് തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. താൻ നിശ്ചയിച്ചതുപോലെയും തന്റെ കൃപ പോലെയുമാണ് അവൻ നമ്മെ രക്ഷിച്ചത്. വേറൊന്നും പറയാനില്ല. അപ്പൊ ഈ നമ്മുടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആത്യന്തികമായിരിക്കുന്ന സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഇച്ഛയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ വില്ലാണ് എന്ന് നമ്മൾ പറയും. അത് ഒരു വലിയ പ്രസ്താവനയാണ്. അർമേനിയൻ തിയോളജിയിൽ അങ്ങനെയല്ല. ദൈവം എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുമെന്ന് ചോദിച്ചാൽ, സുവിശേഷം പ്രസംഗിച്ചാൽ ഞാൻ വിശ്വസിക്കുമെന്ന് ദൈവം അറിഞ്ഞതുകൊണ്ട്, എന്റെ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ വിശ്വസിക്കില്ലെന്ന് അവൻ കണ്ടിരുന്നെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. അപ്പോൾ അതൊത്തിരി വ്യത്യാസമുള്ളതായിരിക്കും ഒരു സിസ്റ്റമാണ്. പക്ഷെ മനുഷ്യന് കുറച്ചുകൂടെ കംഫർട്ട് അതാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ കയ്യിലെ പിന്നെ പാവയൊന്നുമല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് എന്ന് പറയുന്നതാണ് മനുഷ്യർക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യങ്ങളില് തെരഞ്ഞെടുപ്പിന്റെ ആധാരം ദൈവത്തിന്റെ പരമാധികാര ഹിതമാണ് എന്ന് വ്യക്തമായിട്ട് കാണാം. പാപികളിൽ ആരെയെങ്കിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുവാൻ ധാർമ്മികമായോ നിയമപരമായോ ഉള്ള യാതൊരു കടപ്പാടോ നിർബന്ധമോ ഉത്തരവാദിത്വമോ ബാധ്യതയോ ദൈവത്തിനില്ല. ബാഹ്യമായ യാതൊരു പ്രേരണയോ സ്വാധീനമോ നിർബന്ധമോ ദൈവത്തിന് മേലുണ്ടായിരുന്നില്ല. ത്രിയേക ദൈവം നിത്യതയിൽ നാം ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മയൊന്നും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്വതന്ത്രമായി ചിലരെ തിരഞ്ഞെടുത്തു.
ആ തിരഞ്ഞെടുപ്പിന് ആധാരം നാമല്ല, ദൈവം തന്നെയാണ്. കാരണം നാം ഇല്ലല്ലോ. നമ്മെ സൃഷ്ടിച്ചില്ല, ആദാമിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കാനുള്ള തീരുമാനം പോലും ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിൽ തിരുഹിതത്തിന്റെ പ്രസാദം ഒഴികെ മറ്റൊന്നും ദൈവത്തെ സ്വാധീനിക്കുക സാധ്യമല്ലായിരുന്നു. കാരണം സകല സൃഷ്ടിക്കും മുൻപേ ദൈവത്തിന് മാത്രമുള്ള നിത്യാസ്തിത്വത്തിലാണ് ദൈവം തന്റെ തിരഞ്ഞെടുപ്പ് നടത്തിയത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം വായിച്ച്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ദൈവം അങ്ങനെ ആരോടും ആലോചന കഴിക്കുന്നില്ല. ഇറ്റേണിറ്റി പാസ്റ്റിൽ നമ്മളെ സംബന്ധിച്ചാണ് ഇറ്റേണിറ്റി പാസ്റ്റ്. ദൈവം ഇറ്റേണിറ്റി പ്രസന്റൻസിൽ ജീവിക്കുന്നവനാണ്. ദൈവത്തിന് പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല, പ്രസന്റേ ഉള്ളൂ. കാരണം ദൈവം പറഞ്ഞ് ഐ ആം ഈസ് ഈക്വൽ ടു ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ആയിരുന്നവൻ ഞാനാകുന്നു എന്നല്ല, ഞാനാകുന്നവൻ ആയിരിക്കുമെന്നുമല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു. എനിക്ക് കാലവ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇറ്റേണൽ പ്രസന്റൻസ് എന്ന് പറയും. ഇറ്റേണൽ പ്രസന്റൻസ്, നിത്യവർത്തമാന കാലത്തിൽ വസിക്കുന്നവനാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് വേറെ ആരും ദൈവത്തിന് ആലോചനക്കാരായിട്ട് ചെന്നിരുന്നില്ല, ചെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല, അതിന് യോഗ്യതയുള്ളവരാരുമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അവരുടെ നിത്യ ആലോചന പ്രകാരം കാര്യങ്ങളെ ചെയ്തു. അങ്ങനെയാണ് ദൈവം കാര്യങ്ങളെ ചെയ്തത്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെ വായിച്ച്. റോമർ 11-ന്റെ 33 മുതൽ 35 വരെ. സകലവും അവനാലും അവങ്കിലേക്കും അവനുമാണ്. വേറെ ആരും വരുന്നില്ല, അതിലാരും വരുന്നില്ല. ഒരു മനുഷ്യനും അവിടെ പ്രവേശനമില്ല. ദൈവത്തിന്റെ ആലോചന സഭയിൽ ഒരു മനുഷ്യനും പ്രവേശനമില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആലോചനക്കാരുമില്ല. അങ്ങനെ ദൈവം കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അത് കേട്ടിട്ട് ചിലർ പറയും അപ്പൊ ദൈവം തോന്നിയാസം. ഇല്ല, ദൈവം തോന്നിയാസം ചെയ്യുന്നു. തോന്നിയാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ന്യായവും ന്യായക്കേടും ശരിയും തെറ്റും ഒന്നും ചിന്തിക്കാതെ അവനവന് ഇഷ്ടമുള്ളതുപോലെ. ദൈവം അങ്ങനല്ല. ദൈവം തെറ്റി ചിന്തിക്കുക. ദൈവം ന്യായവും ശരിയും മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തോന്നിയാസമെന്നല്ല, ദൈവത്തിന് തോന്നിയതുപോലെ എന്നല്ല, ദൈവത്തിന്റെ ഇഷ്ടം പോലെയല്ല. ദൈവത്തിന്റെ ഇഷ്ടം പോലെ. ദൈവത്തിന്റെ ഇഷ്ടമെന്നുള്ളതിന് തന്നെ വ്യത്യസ്ത ആശയങ്ങളുണ്ട്. ഭൂലോമായി എന്നും തെലോമായി എന്നും 2 വാക്കുണ്ട്. തെലോ എന്നും തിലോമായി എന്നും. ഒന്ന് ദൈവത്തിന്റെ നിർണയമെന്നും മറ്റേ ദൈവത്തിന്റെ ഇച്ഛ, ഇഷ്ടമെന്നും. ആര് നശിച്ചു പോകണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത് ദൈവത്തിന്റെ ഭൂലോമായി അല്ല, അത് ദൈവത്തിന്റെ തെലോ ആണ്. ആർക്കും ദോഷം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവന് ഗുണം വരണമെന്ന് ഞാൻ നിശ്ചയിച്ചു. അവന് ഗുണം വരണമെന്ന് നിശ്ചയിച്ചു. അവനെ രക്ഷിക്കണമെന്ന്. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. എൻ്റെ മകന്റെ വിവാഹ ദിവസം പത്തനംതിട്ട ജില്ലയിൽ ആരെങ്കിലും പട്ടിണി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇന്നാരും വന്ന് ചോറുണ്ടണമെന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു. എൻ്റെ ലിമിറ്റഡ് കഴിവില്ല. അത് അവർക്ക് ഓവർ റൈഡ് ചെയ്യാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. കാരണം ഞാൻ മനുഷ്യനായതുകൊണ്ട്. അപ്പോ വന്നവരെ വിളിച്ച് വരുത്തി ഇഷ്ടം പോലെ ആഹാരം കൊടുത്തപ്പോ വേറെ ചില ആളുകള് സാർ എന്നെ കൂടെ വിളിച്ചിരുന്ന എനിക്ക് ഒരു കൂടി കിട്ടിയേനെ, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞൊരു കാണും. അയൽവക്കത്തെ പരിചയത്തിലോ. അപ്പൊ ഒന്നെന്റെ ആഗ്രഹം, ഒന്നെന്റെ തീരുമാനവും. ദൈവത്തിന് അങ്ങനെ ആര് നശിച്ചു പോകുന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവത്തിന് അങ്ങനെ തീരുമാനമില്ല. തീരുമാനം പറയുമ്പോൾ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചും ഒക്കെ ഇരിക്കും. അപ്പോ ഈ ആഗ്രഹത്തിന്റെ വാക്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മള് ദൈവത്തിന്റെ നിശ്ചയത്തിന്റെ വാക്യങ്ങളായിട്ട് വാദിക്കുന്നത്. കാര്യമൊന്നുമില്ല, അതിന് നമുക്ക് കാര്യമില്ല. അതൊക്കെ തിരിച്ചറിയാൻ ഉള്ളതായിരിക്കുന്ന കഴിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോ ഈ തിരഞ്ഞെടുപ്പിന്റെ ഉറപ്പെന്താണ്? അതായത് ഇപ്പൊ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിന് ഉറപ്പ്. എന്നെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു, പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതിന്റെ ഉറപ്പ് തന്നെ. ചിലയപ്പന്മാര് അവരുടെ മക്കളുടെ പേരിൽ 10 ലക്ഷം രൂപ കൊച്ചി ജനിച്ചപ്പോഴേ കൊണ്ട് ബാങ്കിലിട്ടു. അവന് 18 വയസ്സാകുമ്പോഴത്തേക്ക് അത്
10, 20 അല്ല 50 1 കോടിയായി, 1 കോടി, 2 കോടിയായി, 3 കോടിയായി, ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ അവനൊരിക്കലും 20 വയസ്സ് 18 വയസ്സെത്തിയില്ല. 15ാമത്തെ വയസ്സിൽ ചത്തുപോയി. ഇപ്പൊ എന്ത് ചെയ്തു? വല്ല ഉറപ്പുണ്ടോ? ഓരോറപ്പും. ഇപ്പൊ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ദൈവത്തെക്കുറിച്ച് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തമാകുന്നു. റോമാലേഖനം 9 പറയും തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം. ഒരു കാര്യം ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അത് നിർണയമാണ്. അത് സംഭവിച്ചേ നോക്കൂ, അത് സംഭവിക്കും. ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. A to Z എല്ലാം ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ നിർണയിച്ചതുപോലെ തന്നെ നടക്കും. വഴിയിൽ വെച്ച്, പകുതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോകുന്ന പ്രശ്നമൊന്നും അവിടെ ഇല്ല. റോമാലേഖനം 9:11 തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ. മത്തായി 24:22 ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. എന്നിട്ട് പറയുകയാണ് വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മഹാപീഡനകാലം വളരെ അങ്ങ് നീണ്ടുപോയാൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുകയില്ല. അപ്പൊ ഉടനെ പറയുന്നു എന്നാൽ രക്ഷിക്കപ്പെടും. കാരണം എന്താണ്? വ്രതന്മാരുടെ നിമിത്തം ദൈവം നാളുകളെ ചുരുക്കും. അപ്പോ ഇത് സംഭവിച്ചാൽ ഇത് സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞു ഇത് സംഭവിക്കുകയില്ല, ഇതേ സംഭവിക്കും. അപ്പൊ ദൈവം അങ്ങനെ തന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളും തീരുമാനങ്ങളോടൊപ്പം ചെയ്യും. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. നമ്മൾക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, നടപ്പാക്കാനുള്ള ശക്തി നമുക്ക് ഇല്ല. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായി അവസാനിക്കും. കുറച്ച് കഴിയുമ്പോൾ ആഗ്രഹങ്ങൾ നിരാശയായി മാറും. കാരണം ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ നടന്നില്ലല്ലോ. ഞാൻ ദൈവത്തിന്റെ ഭാഗത്ത് അങ്ങനെയില്ല. ദൈവം ഒരുത്തിന് നാളെ രാവിലെ 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 5:55 വന്നാൽ 1000 രൂപ തരുമെന്ന് പറഞ്ഞാൽ 5:55 ദൈവം കൊടുക്കും. നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് ഞാനൊരാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവൻ തക്ക സമയത്ത് കിട്ടിയില്ല, 2 ദിവസം കൊടുത്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ 5:55 വരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അല്ല, കർത്താവ് വന്നെങ്കിൽ അങ്ങനല്ല, നീ 5:55 വരണം, 5:55 കാശ് തന്നിരിക്കുമെന്നാണ്. ദൈവത്തിന്റെ നിർണയങ്ങളൊക്കെ അങ്ങനെയാണ്. റോമാലേഖനം 11:29 ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ദൈവം തീരുമാനിച്ചിട്ട് അത് ചെയ്യാൻ വയ്യാഞ്ഞതിലുള്ളതായിരിക്കുന്ന ഖേദവും ദുഃഖവും ഒന്നും ദൈവത്തിനില്ല. കാരണം തീരുമാനിച്ച ഒരു കാര്യം ചെയ്യാതെ പോയി എന്ന് വരികയില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന പ്രശ്നമേ ഇല്ല. ദൈവം അനുദപിച്ചു എന്നൊക്കെ ബൈബിൾ വാക്യങ്ങളുണ്ടല്ലേ? അങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ട്, ബൈബിൾ പല വാക്യങ്ങളുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന് ദൈവം നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ അവന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് അവന് തിന്മ വന്നപ്പോൾ ദൈവം ആ സാഹചര്യത്തെ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ആയിപ്പോയില്ല, ഞാൻ നന്മയ്ക്ക് ആഗ്രഹിച്ചാണ് അവനെ കുറിച്ച്, അവന് ഇങ്ങനെ ആക്കി കളഞ്ഞില്ല. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ച തെറ്റായിപ്പോയി എന്ന് അല്ല ദൈവം അനുദപിക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു നന്മ വാങ്ങാൻ കഴിയുമായിരുന്ന ഒരു മനുഷ്യനാണ് ഇവൻ, അവനതെല്ലാം കളഞ്ഞ് തിന്മയ്ക്ക് മാത്രം അർഹനായി തീർന്നത്. മുറി എയില് അനുഗ്രഹത്തിന് മുറിയാണ്, മുറി ബിയെ ശാപത്തിന്റെ മുറിയാണ്. പുറത്ത് കുറെ ആളുകൾ നിൽപ്പുണ്ട്, അവരുടെ എല്ലാം പേര് വിളിച്ചു. എയിലേക്ക് പോകാനുള്ളവരും ബിയിലേക്ക് പോകാനുള്ളവരും. എയിലേക്ക് പോകാനുള്ളവരെല്ലാം എയിലേക്ക് വന്നു. എന്നിട്ട് ഒരുത്തിനോട് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചുള്ളൂ, നീ ആഗ്രഹിക്കുന്ന നിനക്ക് റൂം എയിലേക്ക് പോകാം, പക്ഷെ ആ റൂം ബി പോയത്. അപ്പം ദൈവം പറഞ്ഞു ഞാൻ അവർക്ക് ചാൻസ് കൊടുത്തതാ, എന്നിട്ട് അവർ നിഷേധിച്ച് ബിയിലേക്ക് പോയത്, ശാപത്തിന് മുറിയിലേക്ക് പൊക്കളഞ്ഞല്ലോ. നോഹയുടെ കാലത്തെ ചില പ്രളയത്തിൽ നശിച്ചു പോയ ആളുകളെ കുറിച്ച് എല്ലാം ദൈവത്തിന് ദുഃഖമുണ്ടായി.
കാരണം എന്താ? രക്ഷപ്പെടാനുള്ള മാർഗം അവരോടെല്ലാം പറഞ്ഞതല്ലേ. പക്ഷെ നോഹയ്ക്കും കുടുംബത്തിനും മാത്രമേ ദൈവത്തിന്റെ കൃപ ലഭിച്ചുള്ളൂ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് അവൻ പെട്ടത്തിൽ കയറി. മറ്റവർക്ക് ആ കൃപ കൊടുത്തില്ല. അതെന്തുകൊണ്ടോ? തന്റെ സർവാധികാര നിർണയത്തിൽപ്പെട്ട കാര്യമാണ്. എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളതിനോട് ഞാൻ കരുണ കാണിക്കും. അപ്പോ ദൈവം കരുണ കാണിക്കാതെ മനുഷ്യന് കയറാനായിട്ട് സാധിക്കുമെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം കരുണ കാണിക്കാതെ നിർണയിക്കാതെ മനുഷ്യൻ നിർണയിക്കാൻ സാധിക്കും? അതിനുള്ള ഉത്തരം സാധിക്കും, പക്ഷെ ചെയ്യുകയില്ലെന്നുള്ളതാണ്. സാധിക്കും, പക്ഷെ ചെയ്യുകയില്ല. അതെന്താ അങ്ങനെ? ഈ ഏദൻ തോട്ടത്തിൽ ആദാമിനെ നട്ടത് ഇങ്ങനെയാ, നേരെ 90 ഡിഗ്രി നേരെ. പാവം ചെയ്ത് ആദാം എന്ത് ചെയ്ത്? ഇങ്ങനെ ചരിഞ്ഞു, 45 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞു. ഈ ആദം വിചാരിച്ചാൽ വീട് നേരെ ആകാമോ എന്ന് ചോദിച്ചാൽ, വിചാരിച്ചാൽ നേരെ ആകാമോ എന്ന് ചോദിച്ചാൽ താത്വികമായി പറയാം, യേസ്. പ്രാക്ടിക്കലി പറഞ്ഞാൽ ഈ മരം വീണാൽ എങ്ങോട്ടേ വീഴത്തുള്ളൂ? ഇങ്ങോട്ടേ വീഴത്തുള്ളൂ. കാരണം ഇതിന്റെ സ്ലാൻഡ് ഇങ്ങോട്ടാ നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് വീഴുന്നത് എന്താ? ദൈവം തന്റെ കൃപയുടെ വടം വലിച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ചു ഇങ്ങനെ അങ്ങോട്ട് വീഴും. അങ്ങനെ സാധിക്കുന്നു. അതാരെയൊക്കെ അങ്ങോട്ട് തള്ളിയിടണമെന്നുള്ള ദൈവം മുൻപ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ തീരുമാനം. പിന്നെ ഇങ്ങനെയുള്ള ഏത് വിഷയങ്ങളെ കുറിച്ച് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാലും നമുക്ക് ചില ബുദ്ധിമുട്ടൊക്കെ വരും. ഉത്തരം കൊടുക്കാനും ബുദ്ധിമുട്ട് വരും, ചില ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, യുക്തിസഹജമല്ലാത്ത ഒരു കാര്യം ദൈവം ചെയ്യില്ലെങ്കിലും യുക്തി കൊണ്ടല്ല ദൈവം എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത്, തന്റെ സർവാധികാരം കൊണ്ടാണ്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ യുക്തിക്ക് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അസ്വീകാര്യമായിട്ട് തോന്നും. അത് സ്വാഭാവികമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിയല്ല, അത് ശരിയല്ല, അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് നദി പറയുന്നു? അത് നിന്റെ യുക്തി അനുസരിച്ച് അങ്ങനെയാണ്. പക്ഷെ ദൈവം നിന്റെ യുക്തി അനുസരിച്ചല്ലല്ലോ പെരുമാറുന്നത്. ദൈവം തന്റെ സർവാധികാരി കൃപയിലും അധികാരത്തിലും അല്ലേ പെരുമാറുന്നത്. അപ്പൊ അത് ശരിയല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പണ്ട് ഒരു നിരീശ്വരൻ ഇങ്ങനെ പോയി ഒരു ഓക്കുമരത്തിന്റെ കീഴിൽ ഇങ്ങനെ കിടന്ന് കയ്യൊക്കെ ഇങ്ങനെ തലയ്ക്ക് കൊടുത്ത് ഇങ്ങനെ കിടന്നു മേപ്പെട്ട് നോക്കിയപ്പോ ഓക്കുമരം ഭയങ്കര വണ്ണമായിട്ട് നോക്കിയപ്പോ ഓക്കിന്റെ കായ കണ്ടുണ്ടോ? ഇതതിന് പറയുന്ന ഓക്കിന്റെ കായ്ക്ക് പറയുന്ന പേരുണ്ട്. വളരെ ചെറുത്, തീരെ ചെറുത്. ഈ നോക്കിയപ്പോ ഇതിൽ ഇത്രയും ചെറിയ കായ കിടക്കുന്നു. അപ്പൊ അവനോടൊക്കെ പറഞ്ഞു, ഞാനായിരുന്നു ദൈവമെങ്കിൽ ഇത്രയും വലിയ മരത്തിന് ഇത്രയും ചെറിയ കായ ഉണ്ടാക്കി, ഇത്രയും വലിയ മരത്തിന് ഇത്രയും ചെറിയ കായ ഉണ്ടാക്കി. ശരിയല്ലേ? ചില ചെറിയ മരങ്ങൾക്ക് വലിയ കായല്ലേ? പാഷൻ ഫ്രൂട്ടിന്റെ ചെറിയ ബലഹീനമായ വള്ളികൾക്ക് ഇത്രയേ ഉള്ളത്. ചില പാവലിന്റെ വള്ളി തീരെ ലോലമായ വള്ളിയിൽ ഇത്രയേ ഉള്ളതല്ലേ? ഇത്രയുള്ള പടവലത്തിന്റെ വള്ളിയിൽ ഇത്രയേ ഉള്ള കായല്ലേ കിടക്കുന്നത്? യുക്തിപരമായിട്ട് വല്ല കാര്യമുണ്ട്? വല്ലതുമുണ്ട്. പടവലത്തേല് കോവയ്ക്കാൻ പോലെ ചെറിയ കായല്ലേ ഉണ്ട്. കാരണം ബലമില്ലാത്തതായിരിക്കുന്ന വള്ളിയാണ്. ഇവനങ്ങനെ കിടക്കുമ്പോ ഓക്കോൺ എന്നാ പറയുന്നത്. ആക്കോൺ. ഈ ആക്കോണിൽ ഒരെണ്ണം വീണിട്ട് അവന്റെ നെറ്റിക്ക് വീണു. നെറ്റിക്ക് വീണ ഒരു കണ്ടമാനം തൊണ്ടപ്പം പറഞ്ഞു, ഞാൻ ദൈവമാകാഞ്ഞത് കാര്യമായി പോയി, അല്ലേ ഇപ്പൊ ഞാൻ ചമ്മന്തി പോലെ ആയിപ്പോലെ, മത്തങ്ങ പോലെ ഒരു കായായിരുന്നെങ്കിലേ ഇതെന്റെ നെറ്റിക്ക് വീണപ്പോ എന്ത് ചെയ്തേനെ? അപ്പൊ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ചിലപ്പോ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും യുക്തിസഹജമല്ലെന്ന് നമുക്ക് തോന്നിയാലും അത് യുക്തിസഹജം തന്നെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായെന്നും വരും, ഇല്ലെന്നും വരും. പക്ഷെ നമ്മുടെ യുക്തിക്ക് ബോധ്യമാകണം എന്ന് വെച്ചല്ല ദൈവം കാര്യങ്ങൾ ചെയ്യും. പിന്നെന്താണ്? ദൈവം ചെയ്ത കാര്യങ്ങൾ നാം അംഗീകരിക്കണം, അതാണ് യുക്തി. കാരണം സൃഷ്ടാവ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ സൃഷ്ടി അംഗീകരിക്കുക എന്നുള്ളത് അത് യുക്തിസഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് പലയിടത്തും പറഞ്ഞ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നീ അതങ്ങ് അംഗീകരിച്ചാൽ മതി. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ
നമ്മളിപ്പോ വായിച്ചതല്ലേ? ദൈവം തന്റെ വിളിയെ കുറിച്ച് അനുഭവിക്കുന്നില്ല. മത്തായി 18:10 തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ചെറിയവരും ഉണ്ട് എന്നൊരു കാര്യമാണ്. ഈ ചെറിയവരിൽ ഒരുത്തും നശിച്ചു പോകാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ ചെറിയവരായാലും വലിയവരായാലും അവരിൽ ഒരാൾ പോലും നശിക്കണമെന്ന് ദൈവം ഈ ചെറിയവരിൽ ഒരാൾ നശിച്ചു പോകുന്ന സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. കാരണം അവൻ തെരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ ഒരാൾ നശിക്കുകയില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. മുൻനിയമിച്ചത് എന്തിനു വേണ്ടി? നാം ഇന്നതാകണമെന്ന് വിചാരിച്ചാണ്. നാം വിശുദ്ധരും നിഷ്കളങ്കരും അവരുടെ സന്നിധിയിൽ ഇങ്ങനെ ആകണം. എന്തിനു വേണ്ടിയാണ് മുൻനിയമിച്ചിരിക്കുന്നത്? അപ്പൊ ദൈവം മുൻനിയമിച്ചത് എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ ആ ഉദ്ദേശം സഫലമാകും. നമ്മൾ സഹകരിച്ചാലും സഫലമാകും, സഹകരിച്ചില്ലെങ്കിലും സഫലമാകും. തെസ്സലോനിക്ക ലേഖനത്തിൽ ഏത് ലേഖനത്തെ പറഞ്ഞിരിക്കുന്ന ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തെസ്സലോനിക്ക നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും കർത്താവ് വരുമ്പോൾ നമ്മളങ്ങ് പോകും. ഉറങ്ങുന്ന ക്രിസ്ത്യാനിയായാലും ഉണർന്ന ക്രിസ്ത്യാനിയായാലും ദൈവം തിരഞ്ഞെടുത്തവനാണെങ്കിൽ അങ്ങ് പോകും എന്ന് പറയും. നമുക്ക് ഉറങ്ങാമെന്നാണെന്നോ അതിന്റെ അർത്ഥം? നമ്മൾ ഉറങ്ങുന്നവരാ, ഉറങ്ങാതെ ഉണർന്നിരിക്കാനാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇനി ഉറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് എടുക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലാതെ ആ വാക്യത്തെ എല്ലാവരും അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:13 ദൈവം നിങ്ങളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. രക്ഷയ്ക്കായിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ തിരഞ്ഞെടുത്തവർ രക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് തിരഞ്ഞെടുപ്പിന് ഉറപ്പുണ്ടെന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് ഉറപ്പുണ്ട്. ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവരെല്ലാവരും രക്ഷപ്പെടും. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ആ ലക്ഷ്യത്തിൽ അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ അല്ലേ പൗലോസ് പറഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കാൻ. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കാത്തവരെ തിരഞ്ഞെടുത്തെന്നും പറഞ്ഞിരുന്നിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ദൈവത്തെ കുറ്റം പറയാൻ കാര്യമൊന്നുമില്ല. അതെങ്ങനെയാ നമ്മുടെ ഉറപ്പാകുന്നത്? അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് എങ്ങനെ ഉറപ്പാകുന്നത്? നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ പാകിസ്ഥാനിൽ നിങ്ങൾ അമേരിക്കയിൽ പോയി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ പാസ്പോർട്ട് തരാൻ പറയുന്നു. പാസ്പോർട്ട് ഇല്ല. നിങ്ങൾ എടുത്ത് കൊടുത്തപ്പോൾ ആ പാസ്പോർട്ട് പാകിസ്ഥാന്റെ പാസ്പോർട്ടാണ്. എന്നിട്ട് പറയൂ അത് ഞാൻ ഇന്ത്യക്കാരൻ തന്നെയാണ്, പാസ്പോർട്ടും പാകിസ്ഥാന്റെ പാസ്പോർട്ട് എൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിക്കുകയും നമ്മൾ ഇന്ത്യക്കാരനെ തെളിയിക്കണമെങ്കിൽ ഇനി നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് കോപ്പി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അവസാനം എന്ത് ചെയ്യും? നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഏത് ആശുപത്രിയിലാണോ നാം ജനിച്ചത് ആശുപത്രിയിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരാൻ പറ്റും. അതിൻ്റെ അകത്ത് അപ്പനാരാ അമ്മയാരാണ് എവിടെയാണ് ജനിച്ചത് അഡ്രസ് എല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരാൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ചോദിച്ചാൽ ഞാൻ സുവിശേഷം കേട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു ഞാൻ വിശ്വസിച്ചു ചെയ്യേണ്ടതായിരിക്കുന്ന സ്നാനം ഞാൻ സന്തോഷത്തോടെ ചെയ്തു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ തന്നു, എനിക്ക് പുതിയ മനസാക്ഷി തന്നു. ദൈവവചനത്തോടുള്ള സ്നേഹം എനിക്ക് തന്നു, ദൈവമക്കളോടുള്ള സ്നേഹം എനിക്ക് തന്നു. കർത്താവിന്റെ സഭയിൽ അംഗമായി പിന്നെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്ത് സംശയം? നിങ്ങളെ വിശ്വാസത്തിൽ തന്നെയാന്ന് ഉറപ്പാക്കാൻ പറഞ്ഞു. നിങ്ങളെ വിശ്വാസത്തെ കുറിച്ച് ഉറപ്പുവരുത്തിക്കോളാൻ പറഞ്ഞു. സുവിശേഷം ഞാൻ കേട്ടതാ, പക്ഷെ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ട് തീർത്ത് പറയാനായിട്ട് വയ്യ. ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ വിശ്വസിച്ചോ വിശ്വസിച്ചായിരുന്നു. പാപത്തെ ഞാൻ മാനസാന്തരപ്പെട്ടു ഒന്നുമില്ല. എല്ലാരും ഭാവിയാന്ന് ഞാനും ഭാവിയാന്ന് പറഞ്ഞു. പിന്നെ ആദം പാപം ചെയ്തപ്പോ എല്ലാരും ഭാവികളായി തീർന്നു പറഞ്ഞപ്പോ പിന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കെങ്ങനെ ബോധ്യതയൊന്നും വന്നില്ല. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുകയാണെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ രക്ഷിക്കപ്പെടുകയും ഞാനിപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ഉള്ള കാര്യം പറയാം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിഗരറ്റ് വലിക്കുമായിരുന്നു, അതിന് ശേഷം സിഗരറ്റ് വലിക്കുമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ ഞാനിങ്ങനെ
മോശമായിട്ടൊക്കെ ജീവിക്കുമായിരുന്നു. സ്നാനപ്പെട്ട് കഴിച്ച് ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പരിശുദ്ധാത്മാവും മനസ്സാക്ഷിയൊന്നും എനിക്കില്ല. എന്റെ സൗര, നിങ്ങൾ സൗരാന്ന് വിളിക്കില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനേ അല്ലാതെ യാതൊരു സംശയവും ഇല്ല. ജഡിയന്മാരെ തിരിച്ചറിയാനും പ്രാകൃതന്മാരെ തിരിച്ചറിയാനും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൗലോസ് തന്റെ ലേഖനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയാൽ അറിയാം, സ്കെയിലും കൊണ്ട് അളന്ന് നോക്കിയാൽ അറിയാം നമുക്ക് എത്ര അടി നീളമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 5 അടി 6 ഇഞ്ച് നീളം ഇല്ലെന്ന്, മിനിമം നീളം അതാണ് പട്ടാളത്തിൽ ചേരാനെങ്കിൽ ആ നീളം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പട്ടാളക്കാരനോട് റിക്രൂട്ടിംഗ് ഓഫീസറോട് വാദിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ നിൽക്കുക, സ്കെയിൽ എടുത്ത് വെച്ച് അളക്കുക. അളന്നപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതായിരിക്കുന്ന ആ നീളമില്ലെങ്കിൽ അതിലെന്ത് പറയും? നിങ്ങൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏത് സ്കെയിൽ കൊണ്ട് അളന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീട്ടിൽ വെച്ച് അളന്നപ്പം 5 അടി 10 ഇഞ്ച് ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് 5 അടി 6 ഇഞ്ചേ ഉള്ളൂ. ഞാൻ ഉത്തരവാദിയല്ല നിങ്ങൾ ഏത് സ്കെയിൽ കൊണ്ട് അളന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മള്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങളെ തന്നെ ഉറപ്പുവരുത്താൻ പറഞ്ഞു, ഉറപ്പുവരുത്തിക്കോളം പറഞ്ഞു. പട്ടാളത്തിലെ റിക്രൂട്ട്മെന്റ് പോകുന്നതിന് മുമ്പ് നിന്റെ ഉയരവും നിന്റെ തൂക്കവും ശരിയാണെന്ന് ഉറപ്പുവരുത്തിട്ട് പോയാൽ മതി. നീ വെറുതെ വണ്ടിക്കൂലി കാശ് കൊടുത്തിട്ട് നീ അവിടെ ചെന്നിട്ട് നിനക്ക് തൂക്കവും ഇല്ല ഉയരവും ഇല്ല പൊക്കോളം പറഞ്ഞിറക്കി വിടുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? വിശ്വാസത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. സുവിശേഷം ഞാൻ ആദ്യം കേട്ട നാളിൽ, അതായത് പലപ്പോഴും കുറേശ്ശെ കേട്ടിട്ടുണ്ട്, സുവിശേഷം ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടെന്നതിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു യേശുക്രിസ്തുവിനെ. ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പം 120 പേര് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനാണ് ആദ്യം എഴുന്നേറ്റ് നിന്നത്. ആരെയും നോക്കിയില്ല, അങ്ങോട്ട് നോക്കിയില്ല, ഇങ്ങോട്ടും നോക്കിയില്ല. ഒന്നാമത്തെ സീറ്റില്, ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാമത് ഞാൻ ഇരുന്ന്, പുറമോട്ടൊന്നും നോക്കിയില്ല, ചാടി ഞാൻ എഴുന്നേറ്റ്. എനിക്ക് കാര്യം ബോധ്യമായി. ശരി, ഞാൻ ഭാവിയാണെന്ന് ബോധ്യമായി, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് ബോധ്യമായി, യേശു വിശ്വസിച്ച് രക്ഷ കിട്ടുമെന്ന് ബോധ്യമായി. ഞാൻ വിശ്വസിച്ചു. തിരിച്ചു നോക്കി പിന്നെ ഓരോരുത്തരൊക്കെ എഴുതുന്നതിന് ഞാൻ കണ്ടു. അവൻ എഴുന്നേറ്റുണ്ടല്ലോ ഞാൻ എഴുന്നേറ്റ്. അവൻ പോലും എഴുന്നേറ്റ്, പിന്നെ ഞാൻ അങ്ങനെ എഴുന്നേക്കായിരിക്കുന്നത്? എഴുന്നേറ്റേക്കാ, വരുന്ന വരട്ടെ, അങ്ങനെ എഴുന്നേറ്റ. എനിക്ക് ഭാവബോധം ഉണ്ടായിട്ട്, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ എഴുന്നേറ്റ. വലിയ പ്രായമൊന്നുമില്ല, 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മതിയായ ഭാവബോധം ഉണ്ടാകാനുള്ള പ്രായമുണ്ടത്. നന്നായിട്ട് അടിക്കുന്ന അപ്പച്ചനായതുകൊണ്ട് ഭാവബോധം ഉണ്ടാകാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം എന്തെങ്കിലും അപ്പച്ചൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒരുപാടാ അനുസരണക്കേട്ടവനെ എന്ന് പറഞ്ഞ് 2 അടി തരും. അപ്പൊ ഈ അനുസരണക്കേട് ഭാവമാണെന്നൊക്കെ എനിക്കറിയാമായിരുന്നുകൊണ്ട് നീ ഭാവിയാണെന്ന് സുവിശേഷം പ്രസംഗിപ്പിച്ച അങ്ങനെ ഞാൻ വലിയ ഭാവിയൊന്നും അല്ലെന്ന് പറയേണ്ട ആവശ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം അതിനു മുമ്പ് മിക്കവാറും വല്ലപ്പോഴും ഒക്കെ എന്തിനെങ്കിലും ഒക്കെ ചെറിയ കിട്ടും. വലിയ ഭാവമൊന്നും അല്ലെങ്കിൽ. അപ്പൊ ദൈവത്തിന്റെ ഈ നിർണയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഉറപ്പുവരുത്താൻ കഴിയുമെന്നാ ഞാൻ പറയുന്നത്. നമ്മൾ ഉറപ്പുവരുത്തണമെന്നാ പറയുന്നത്. നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ തെരഞ്ഞെടുക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം സാധിക്കുവാൻ ആവശ്യമായതൊക്കെയും അതിന്റെ ഭാഗമായിട്ട് ദൈവം നിത്യതയിൽ തന്നെ നിർണയിച്ചിട്ടുണ്ട്. ഈ വിശദാംശങ്ങളെല്ലാം അണുവിടെ വ്യത്യാസം കൂടെ നിറവേറുകയും ചെയ്യും. ഇതുവരെ നിറവേറിയിട്ടുണ്ട്, ഇനിയും നിറവേറും. പ്രകൃതിയിൽ മേലുള്ള ദൈവത്തിന്റെ നിയന്ത്രണവും മരിച്ചവരുടെ ഉയർപ്പും മൃതന്മാരുടെ ശേഖരണവും മൃതന്മാരുടെ സംരക്ഷണവും എന്ന് വേണ്ട ഇങ്ങനെ എന്തെല്ലാം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. അതെല്ലാം അങ്ങനെ തന്നെ നിവർത്തിക്കും. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എഫക്ച്വൽ കോളിംഗ് ആണ്. എഫക്ച്വൽ കോളിംഗ്, സഫലകരമായ വിളിയാണ്. അത് ഞാൻ ഉറങ്ങുകയായിരുന്നു, അല്ലെ ഞാൻ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം നടിച്ചു കിടക്കില്ല, ഉറക്കം നടിച്ചു ചിലപ്പോൾ കിടക്കും. വിളിച്ചാലും നല്ല ഉറക്കമാണെന്ന് പറയാം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഉറക്കം നടിച്ചില്ലെങ്കിൽ വിളി കേൾക്കണ്ടേ? ദൈവം തമ്പുരാൻ വിളിക്കുമ്പോഴേ ഉറക്കം നടിച്ചൊന്നും കിടക്കാൻ ഒക്കുകയില്ല. ഉറക്കം നടിച്ച് കിടന്നാൽ ദൈവം ചിലപ്പോൾ ചൂരോടി കൊണ്ട് വന്ന് ഇവിടെ 2 എണ്ണം തരും. നീ ഉറങ്ങുകയില്ലോ ചോദിക്കും. അല്ല, ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു, പിന്നെ വിളിച്ചിട്ട് കേൾക്കാൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ കേട്ടതായിരുന്നു എന്ന് പറയേണ്ടതായിരുന്നു. ദൈവം വിളിച്ചവരെ വിളി കേൾക്കും.
ചില നേരമൊക്കെ ഉറക്കം നടിച്ചൊക്കെ നിന്നാലും കേട്ടെങ്കിലും വെക്കൂ, കേൾക്കാതിരിക്കുന്ന പ്രശ്നമില്ല. അതങ്ങനെയാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് സഫലമാകുവാൻ ആവശ്യമായതെല്ലാം ദൈവം ചെയ്യുന്നവരാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്നല്ല, ആരെയാണ് തെരഞ്ഞെടുത്തത്, ആരെയാണ് തെരഞ്ഞെടുപ്പിന്റെ വിഷയം, ഹു ആർ ദ സബ്ജക്ട്സ് ഓഫ് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ആരെയാണ് എന്നത് സംബന്ധിച്ച് വേദശാസ്ത്രങ്ങളിൽ സംവാദമുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാൾ ബാർത്ത് എന്ന് പറഞ്ഞതായിരിക്കുന്ന വേദശാസ്ത്രി പറഞ്ഞത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിൽ സഭയെയുമാണ്. ലോകത്തിന്റെ രക്ഷകനായി കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ രക്ഷയിൽ ഉൾപ്പെട്ട എല്ലാവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഓട്ടോമാറ്റിക്കലി അങ്ങ് തിരഞ്ഞെടുത്തു എന്നാണ്. ആളുകളെ ദൈവം തിരഞ്ഞെടുത്തില്ല, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവിനെ മാത്രമാണ്. അപ്പൊ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ സഭയെയും സഭയിലൂടെ വ്യക്തികളെയും. ഇപ്പൊ ഈ മേശ ഞാൻ തിരഞ്ഞെടുപ്പോ ഈ മേശക്കകത്തുള്ളതെല്ലാം ഞാൻ തിരഞ്ഞെടുത്തു എന്ന് അവർ പറയുന്നത്. ഈ മേശയുടെ കീഴിൽ എന്തെല്ലാം സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഈ സാധനങ്ങൾ ഓരോന്നും തിരഞ്ഞെടുത്തോ അതോ ഈ മേശ ഞാനങ്ങ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഈ മേശയ്ക്കുള്ളിലുള്ളതല്ല. ഇപ്പൊ കാൾ ബാർത്ത് പറഞ്ഞ അങ്ങനെയാ, ക്രിസ്തുവിനെ ഞാൻ ദൈവം പിതാവ് തിരഞ്ഞെടുത്തു. അപ്പോൾ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട എല്ലാം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരെയും പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ മേശയ്ക്കുള്ളിലുള്ള ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി 1, 2 ഘട്ടം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ മേശ തിരഞ്ഞെടുക്കും. ഈ മേശയും അതിലുള്ളതൊക്കെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിലുള്ളതൊക്കെയും എന്തൊക്കെയാണെന്നുള്ള ദൈവത്തിന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മേശയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് കാൾ ബാർത്ത് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ കുറിച്ചല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും വ്യക്തിയായിട്ടല്ല, കളക്റ്റീവായിട്ട് സഭയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്തുവിലുള്ള സഭയെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ല സഭയിലുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തുണ്ട്. അതാണ് കാൾ ബാർത്ത് പറഞ്ഞത്. ഈ ബാർത്തിന്റെ ചിന്താഗതിയുമായി സാമ്യമുള്ള ചിന്താഗതികളെ പുലർത്തുന്ന സുവിശേഷ വിഹിതര് പലരുണ്ട്. അവര് പറയുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് സാമാജികമാണ്. അതായത് സഭയാണ് ദൈവം തിരഞ്ഞെടുത്തത്, വ്യക്തികളെയല്ല. വ്യക്തികൾ തിരഞ്ഞെടുപ്പിന്റെ പരിധിയിൽ വരുന്നത് സഭയുടെ അംഗങ്ങളായി തീരുന്നത് കൊണ്ടാണ്. സഭയിൽ ഇന്നാർ ഉണ്ടായിരിക്കണം ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം പറഞ്ഞു ഞാൻ സഭയെ തിരഞ്ഞെടുത്തിരിക്കും. അപ്പൊ സഭയാണെങ്കിൽ അതിൽ ആളുകളുണ്ടല്ലോ, ആ സഭയിൽ ആരൊക്കെ തരണമെന്ന് അവരൊന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്നവരെ എല്ലാം സഭയെ തിരഞ്ഞെടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കും. നാരങ്ങാനം പഞ്ചായത്തിലുള്ള എല്ലാവരെയും റബേക്കയുടെ കല്യാണത്തിന് സഹസവരം വിളിച്ചെന്ന് പറഞ്ഞാല് ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നുമല്ല. നാരങ്ങാനം പഞ്ചായത്തിലുള്ള എല്ലാവരും വിളിച്ചിരിക്കും. നീ നാരങ്ങാനം പഞ്ചായത്ത് എന്നാ നിനക്ക് കൊണ്ടുവിളി, ഞാൻ നിന്നെ ഇല്ല അല്ല വേണമെങ്കിൽ നാരങ്ങാനം പഞ്ചായത്തിൽ അംഗമാക്കിയോ, അപ്പൊ നിന്നെ ഞാൻ വിളിച്ചേക്കാം, വീട് മാറ്റിക്കോ പെട്ടെന്ന്. സജിനെ വിളിക്കുന്നത് അങ്ങനെ പഞ്ചായത്തിനെയാ, ആളുകളെ വിളിക്കുന്നില്ല. പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, പഞ്ചായത്തിനെ വിളിച്ചിരിക്കുന്നു. അതാ ഇവിടുത്തെ മാർത്തോമ ഹൈസ്കൂളിലെ എല്ലാ പിള്ളേരെയും വിളിച്ചിരിക്കുന്നു. പിള്ളേരെ ഒന്നും വ്യക്തിപരമായി വിളിച്ചിട്ടില്ല. സാറേ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും ഞാൻ വിളിച്ചിരിക്കുന്നു. എത്ര പേരുണ്ട് സാറേ? 25 പേര്. 25 പേരും വിളിച്ചിരിക്കും. അല്ല 30 ഉണ്ട്. ആ 30 പേരും വിളിച്ചിരിക്കും. അങ്ങനെ വിളിയ. അതാണ് ഈ സാമാജിക വിളി എന്ന് പറയുന്നത്. സമൂഹത്തെ മൊത്തമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തികൾ തെരഞ്ഞെടുപ്പിന്റെ പരിധി വരുന്നത് സെന്റ് തോമസ് കോളേജിലെ 10ാം ക്ലാസ്സിലെ പിള്ളേരെ എല്ലാം വിളിച്ചപ്പോൾ 10ാം ക്ലാസ്സിലാണെന്നുള്ളത് കൊണ്ടാണ്. അല്ല അവിടെ ഇരിക്കുന്ന യോനാനും ചെറിയാച്ചനും മത്താച്ചനെയും മറിയാമ്മയും ശോശാമ്മയും ഒന്നുമല്ല വിളിച്ചു. അങ്ങനെ പറയുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവവചനം അങ്ങനെയല്ലല്ലോ. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു. നീ സഭയിലായതുകൊണ്ട് നിന്നെ വിളിച്ചു എന്നല്ല, നീ സഭയിലായി പോയതുകൊണ്ട് നിന്നെ വിളിച്ചു, നീ ക്രിസ്തുവിലായി പോയതുകൊണ്ട് നിന്നെ വിളിച്ചു, അങ്ങനെയൊന്നും ബൈബിൾ വാക്യങ്ങൾ.
അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ ദൈവം ചിലരെ ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അല്ലേ? ദൈവം ആളുകളെ വിളിച്ചു എന്നും ചിലരെയൊക്കെ തിരഞ്ഞെടുത്തെന്നും ചിലരെയൊക്കെ തിരഞ്ഞെടുത്തില്ലെന്നും പറയുന്നത് നമുക്കൊരു കല്ലുകടി ആളുകൾ കേട്ട ഒരു സുഖമില്ല. അപ്പൊ കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല. കർത്താവ് ദൈവം പിതാവായ ദൈവം പുത്രന്റെ വരാൻ വിളിച്ചു. പുത്രൻ ഒരു ഭാര്യയെ കൊടുത്തു. ആ ഭാര്യയിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതെല്ലാം തിരഞ്ഞെടുത്തത്. അല്ല, പ്രത്യേക തിരഞ്ഞെടുപ്പ്. അതിലെത്ര പേരുണ്ടോ അവരെല്ലാവരും. അത് കൂടിയാലും വിരോധമില്ല, കുറഞ്ഞാലും വിരോധമില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷേ നാം ആരും വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. നാമൊക്കെ വിശ്വസിക്കുന്നത് ആളാം പ്രതിയുള്ള തെരഞ്ഞെടുപ്പിനെയാണ് വിശ്വസിക്കുന്നത്. ആളാം പ്രതിയുള്ള തെരഞ്ഞെടുപ്പ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ആളുകൾ, ജീവപുസ്തകത്തിൽ പേരെഴുതിയവര്, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവര്, ലോകസ്ഥാപനത്തിന് മുമ്പേ ജീവപുസ്തകത്തിൽ പേരെഴുതിയത്, അങ്ങനെയുള്ളവരെ. അത് പേരായിട്ട് വ്യക്തിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന് 8-ാം വാക്യം വായിച്ച്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് ലോകസ്ഥാപനത്തിൽ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥം എന്താണ്? എഴുതിയിട്ടുള്ള ഭൂവാസികളുമുണ്ട്, എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളുമുണ്ട്. ഈ യേശുക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും ഒക്കെ ആരാധിക്കുന്ന ആരാ? എഴുതിയിട്ടില്ലാത്ത ആളുകളാണ്. എഴുതിയിട്ടുള്ളവർ ആരാധിക്കില്ല. അപ്പൊ അങ്ങനെ എഴുതിയിട്ടില്ലാത്ത വ്യക്തികളാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തികളാണ്. 17-ാം അധ്യായത്തിൽ 8-ാം വാക്യം വായിച്ച്. അപ്പൊ ഈ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ പോകുന്ന ആളുകൾ ആരാണെന്നാ പറയുന്നത്? ഈ ലോകസ്ഥാപനം മുതൽ ദൈവം തനിക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കുറെ ആളുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേരുടെ കൂട്ടത്തിൽ ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ദൈവത്തിന് അങ്ങനെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. 1 തെസ്സലോനിയർ 1:4. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളാണ്. 2 തെസ്സലോനിയർ 2:13. ദൈവം നിങ്ങളെ ആദ്യം മുതൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അതിൽ കൂടുതൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എങ്കിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു ആദ്യം മുതൽ. എഫേസ്യർ 1:4. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുത്തു. അവരെ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നാം വിശുദ്ധരാകേണ്ടതിന്. റോമാലേഖനം 9:11 മുതൽ 13 വരെ. അപ്പൊ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് അവരെന്തെങ്കിലും നന്മ ചെയ്തിട്ടുന്ന നന്മ ചെയ്തുകൊണ്ട് അവനെ തിരഞ്ഞെടുക്കുക. ഇവൻ തിന്മ ചെയ്തു, അവനെ വേണ്ട, അവൻ ചെറുപ്പത്തിലേ തിന്മ ചെയ്യുന്ന പാർട്ടി, അവൻ ശരിയാവില്ല എന്നൊന്നും പറഞ്ഞല്ല. അവർ ജനിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപ് തന്നെ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള നിർണയം. ദൈവത്തിന് അങ്ങനെ ഒരു നിർണയമുണ്ട്. അതിന് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ലൂക്കോസ് 10:20. അതാണ്, നിങ്ങളെ ഭൂതങ്ങളും അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിലൊന്നുമല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നു, അതിലാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9:15. പൗലോസിനെ കുറിച്ച്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ചെയ്യാൻ പോകുന്നതൊക്കെ ഭാവി ചെയ്യാൻ പോകുന്നതാണ്. രാജാക്കന്മാരുടെ മുന്നിൽ നിൽക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അവനെ തിരഞ്ഞെടുത്തു, അതിനുണ്ട് അവനതൊക്കെ ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13:48. നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. സുവിശേഷം പ്രസംഗിച്ചാൽ എല്ലാവരും വിശ്വസിക്കില്ല, കാരണം നിത്യജീവനായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്തിട്ടില്ല. നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസിക്കും. ഈ മളിമലയും ചാരമൂടിലും ഒക്കെ എന്തുമാത്രം സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അവർ വിശ്വസിക്കാത്തവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലെന്ന് പറയാൻ കാലമായിട്ടില്ല, കാരണം അവർ മരിക്കുന്നവരെയും അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഈ ആളുകൾ വിശ്വസിക്കാത്തത് തിരഞ്ഞെടുക്കപ്പെടാത്തവരാണ് വിശ്വസിക്കാതിരിക്കുന്നത്. പിന്നെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കും, അത് ശരി തന്നെയാണ്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, നീ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ ആളുകളുടെ അടുക്കിലേക്ക് ഞങ്ങളെ അയക്കണേ എന്ന്. രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അടുക്കിലേക്ക് അയക്കണേ. നീ തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകളുടെ അടുക്കൽ പോയി കിടന്ന് വൈകുന്നവരെ സുവിശേഷം പറഞ്ഞാൽ അവസാനം നിരാശയോടെ പോരും. വാദവും വാദനവാദത്തിനവാദവും പ്രതിവാദവും പ്രത്യാവാദവും എല്ലാം ഉണ്ട്. യുദിയായെ പോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളുടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് അങ്ങ് വിശ്വസിക്കും. അല്ലെങ്കിൽ ഇനി ഫിലിപ്പിൻ ജയിലറെ പോലെയുള്ള ചില ആളുകളാണെങ്കിൽ, വലിയ കട്ടിയുള്ള പാർട്ടിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവനും കുടുംബവും വിശ്വസിച്ച്
അവരും വിശ്വസിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസിക്കും. അത് ദൈവവചനത്തിന്റെ വലിയൊരു സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം. നിയമിച്ചു, തിരഞ്ഞെടുത്തു, നിയമിച്ചു, ആക്കി വെച്ചു ഒക്കെ ദൈവം ചെയ്യുന്ന കാര്യം. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തല്ല. നമുക്ക് അങ്ങനെ തോന്നും, യേശു ക്രിസ്തു വിശ്വസിച്ച് കളയാമെന്ന് ഞാനങ്ങ് വെച്ചു. എനിക്ക് ഒരുമാതിരി സെൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ സുവിശേഷം പ്രസംഗിച്ചു അത് ശരിയാന്ന് എനിക്ക് തോന്നി. അതേക്കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്നാൽ ഈ പാർട്ടിയെ സ്വീകരിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു എന്റെ ഹൃദയത്തിൽ ഞാനാ കൊണ്ടുവന്നതല്ല, യേശു കയറി വന്നൊന്നുമല്ല, എന്നെ തിരഞ്ഞെടുത്തൊന്നുമല്ല. പണ്ടാരോ വണ്ടിയുടെ പുറകിലിരുന്നൊരു സ്റ്റിക്കർ ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് ഐ സെർച്ച് ഐ ഫൗണ്ട് എന്തായിരുന്നു സ്റ്റിക്കർ. വേറെ ഏതോ മിടുക്കന്മാര് വേറൊന്നുണ്ടാക്കി, ഐ സെർച്ച് ഐ ഫൗണ്ട് ഐ ലോസ്റ്റ്. ഞാന് സെർച്ച് ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്തിയത് ഐ ലോസ്റ്റ് ഇറ്റ്. യു സെർച്ച് യു ഫൗണ്ട് മീ ആൻഡ് ഐ എം സേഫ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവം എന്നെ കണ്ടു, ഞാൻ സുരക്ഷിതമായി. ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ ഇത്? പിന്നെ ദൈവം നമ്മെ സെർച്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നാം ജനിച്ചതിന് ശേഷം ആരുണ്ട് ഇനി ആരുണ്ട് എന്ന് ദൈവം ഓൾട്ടർ കോൾ കൊടുത്ത ശേഷം അല്ല. ദൈവം നിത്യതയിലെ തന്റെ തീരുമാനത്തിൽ, തന്റെ സർവാധികാര തീരുമാനത്തിൽ രക്ഷയ്ക്കായിട്ട് ചിലരെ തിരഞ്ഞെടുത്തു. പിന്നെ സെർച്ച് എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. ദൈവം നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നൊന്നും വാക്യമൊന്നുമില്ല. യോഹന്നാൻ 6:44, 6:65 അത് വ്യക്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 16:14. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു, അവൾ വിശ്വസിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇതൊക്കെ. അപ്പോ വ്യക്തികളായിട്ട് ദൈവം ഓരോരുത്തരായിട്ട് ദൈവം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിശ്ചയമായതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം, മുന്നറിഞ്ഞവരെ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ദൈവം വിളിച്ചു. അവരെ ദൈവത്തിന്റെ പരിപാടിയുടെ മറ്റു കാര്യങ്ങളെല്ലാം അവരിൽ നിവൃത്തിയാകേണ്ടതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അതെല്ലാം ഉണ്ട്. ഒരു വൺ പാക്കേജാ. ആ പാക്കേജിലെല്ലാം ഉണ്ട്. ലാസ്റ്റ് ഗ്ലോറിഫിക്കേഷൻ വരെ ഉണ്ട്. മുന്നറിയുക, വിളിക്കുക, നീതീകരിക്കുക, വിശുദ്ധീകരിക്കുക, മഹത്വീകരിക്കുക, എല്ലാം ഒരു പാക്കേജാണ്. ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ് എന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷിക്കാം. എനിക്ക് സന്തോഷവും എനിക്ക് ഉറപ്പും തരുന്നത് എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതായിരിക്കുന്ന ബോധ്യമാണ്. അത് ഞാൻ ആന്നു എന്ന് പറയില്ല. എന്റെ തെരഞ്ഞെടുപ്പ് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ദൈവം എന്നെ തിരഞ്ഞെടുത്താന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു സംശയവും ഇല്ല. ജീവിതത്തിൽ സംശയം ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഒരു കാരണവശാലും അതേക്കുറിച്ച് സംശയം വെക്കരുത്. ജീവിതത്തെ നശിപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.